അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ട് പാറ്റേൺ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. പലതരത്തിലുള്ള ചാർട്ട് പാറ്റേണുകൾ നമ്മൾ പലരും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ഹാമർ, അതുപോലെ തന്നെ കപ്പ് ആൻഡ് ഹാൻഡിൽ, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ പല ടൈപ്പ് പാറ്റേൺ ഉണ്ട് കേട്ടോ. കുറേ പാറ്റേൺ ഉണ്ട്. എനിക്ക് കുറേ പാറ്റേണുകളെ പറ്റിയൊന്നും അറിയില്ല, പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നൊരു പാറ്റേൺ ഉണ്ട്. എനിക്കെപ്പോഴും ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലുകളൊക്കെ സ്ഥിരം വാച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഞാൻ ഏത് തരം പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. മിക്കതും നമ്മളെ ബ്രേക്കൗട്ടായ ഒരു 80-85% ഞാൻ ഇടുന്ന സ്റ്റോക്കുകളും ബ്രേക്കൗട്ടായി മുകളിലേക്ക് പോകാറുണ്ട്. അത് അത്യാവശ്യം നല്ല മൾട്ടി ബാഗർ ഒരു സെറ്റപ്പിലേക്ക് പോകുന്ന സ്റ്റോക്കുകളും ഉണ്ട് മിക്കതും. അതായത് നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് മാർക്കറ്റിലൊരു 80-85% വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന മറ്റു മാർഗ്ഗങ്ങൾ തേടേണ്ട ആവശ്യമില്ല മാർക്കറ്റിൽ. അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പഠിച്ചിരിക്കുന്നൊരു കാര്യമാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ പലരെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരിപ്പോൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്യും എങ്കിലും പിന്നീട് അവർ യൂട്യൂബ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ വേറെ പല കാര്യങ്ങളാണ് അവരെന്ത് ചെയ്യും, ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്ത് ഇത് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു 5-6 ട്രേഡ് എടുത്തതിന് ശേഷം ഇത് വർക്ക് ചെയ്യുന്നില്ല, ഞാൻ ഈ ഒരു സെറ്റപ്പ് മാറിയിട്ട് ഞാൻ വേറൊരു സെറ്റപ്പിലേക്ക് പോകാൻ നേരത്തിൽ അവരെന്ത് ചെയ്യും, മറ്റൊരു സെറ്റപ്പ് ഫോളോ ചെയ്യും. മനസ്സിലായോ? അങ്ങനെ അതിൽ കുറച്ച് നാൾ ഒരു ക്ലച്ച് പിടിക്കാണ്ട് അവർ ഒരിക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ വേറൊരു സിസ്റ്റത്തിലേക്ക് പോകും. മനസ്സിലായി? അങ്ങനെ ഒരു എന്താ പറയുക, മങ്കി മൈൻഡ്. അതായത് ഇങ്ങനെ ചാടിച്ച മങ്കി എന്താ ചെയ്യുന്നത്, ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ആടും, അടുത്ത മരത്തിൽ നിന്ന് ഇപ്പുറത്തെ മരത്തിലേക്ക് ആടും, ഈ മരത്തിൽ നിന്ന് അപ്പുറത്തെ മരത്തിലേക്ക് ആടും. അതുപോലെ ഒരു മങ്കി മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സക്സസ് എന്ന് പറയുന്നത് വളരെ അകലെയായിരിക്കും. നമുക്ക് ഒരിക്കലും നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ അതിലേക്ക് എത്തില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ ഞാൻ കാർഡ് കയറുന്നില്ല, ഞാനിത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞെന്നുള്ളൂ കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. ഞാനൊരു വളരെ ആക്യുറേറ്റ് ആയിട്ട്, അതായത് മിക്ക കേസുകളും നമുക്ക് ഒരു ബ്രേക്കൗട്ട് പോസിബിലിറ്റി ഉള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ആ ചാർട്ട് പാറ്റേണിൻ്റെ പേരാണ് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ കേട്ടോ. കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ. ഈ പാറ്റേൺ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കുറേ പേരോട് സാറേ ഈ സാറിടുന്ന ചാർട്ടിലൊക്കെ എല്ലാം സിമിലർ ടൈപ്പ് ചാർട്ടാണല്ലോ, എല്ലാം ഒരുവിധം നല്ല ബ്രേക്കൗട്ടായി മുകളിലേക്ക് പോകുന്നുണ്ട്, എന്താണ് അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാൻ പറ്റുമെന്ന് കുറേ പേരോട് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇത് കാര്യമാവുമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ട്രേഡിങ്ങിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അതൊരു വീഡിയോ ആയിട്ട് ഇട്ടത്. ഓക്കെ. പിന്നെ മാത്രമല്ല, ഈ ചാർട്ട് പാറ്റേൺ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതായത് എങ്ങനെ നിങ്ങൾക്ക് ഇതിലുള്ള ട്രേഡുകൾ കൃത്യമായ ഒരുവിധം സെറ്റപ്പിൽ, എല്ലാ കേസുകളും ഇതുപോലെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ ഒരു ടൈപ്പ് കിട്ടണമെന്നില്ല കേട്ടോ. അതായത് ഇതാണ് കപ്പ് ആൻഡ് ഹാൻഡിൽ, ഇങ്ങനെ ഒരു കപ്പ് പിന്നെ ഒരു ഹാൻഡിൽ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇത് ബ്രേക്കൗട്ടായി മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെയാണ് നമ്മൾ എൻട്രി, ഈ ബ്രേക്കൗട്ടിൽ പൊസിഷനിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് എൻട്രി എടുക്കുന്നത്. ചില കേസുകൾ മാർക്കറ്റ് ഒരു എന്താ പറയുക, ഒരു അസ്ഥിരതമായി നിൽക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ബ്രേക്കൗട്ടായി റീടെസ്റ്റ് ചെയ്ത സമയത്തായിരിക്കും ഞാൻ എൻട്രി ചെയ്യുന്നത്. കൂടുതൽ എൻട്രി പ്രിഫർ ചെയ്യുന്ന അവിടെ തന്നെ ഈ ബ്രേക്കൗട്ട് റീടെസ്റ്റിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിൽ. കാരണം അതായിരിക്കും കുറച്ചൊരു പ്രോബിലിറ്റി കൂടുതൽ. കാരണം ചില സമയത്ത് ഫോൾസ് ബ്രേക്കൗട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ വരും. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അതിങ്ങനെ വന്ന് ഒരു കപ്പ് വന്ന് ഇവിടുന്ന് ബ്രേക്കൗട്ട് ആയി വീണ്ടും തിരിച്ച് ഈ ഏരിയയിൽ വന്നു കഴിയുമ്പോഴാണ് കൂടുതൽ പ്രോബബിലിറ്റി മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വളരെ നന്നായിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു പാറ്റേണാണ് എന്ത് ചെയ്യുന്നത്, ഈ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ എൻ്റെ സ്ക്രീനറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാർട്ട് പാറ്റേണിൽ തന്നെ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായില്ല? അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇത് കണ്ടോ, ഇത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചാർട്ടാണ്. സെയിൽ, അതായത് SAIL, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതിൻ്റെ ചാർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കാണുന്നത് സെയിലിൻ്റെ ചാർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ചാർട്ട് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് കണ്ടോ, ഇവിടെ നമുക്ക് നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ, ഇതൊരു കപ്പ് കണ്ടോ, അതിനുശേഷം ഒരു ഹാൻഡിൽ കണ്ടോ, വീണ്ടും ഈ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ട് തന്നിട്ടില്ല, ഏകദേശം ഒരു ബ്രേക്കൗട്ടിന് അടുത്താണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. കണ്ടോ ഈ ഒരു ഏരിയയിൽ ഒരു ബ്രേക്കൗട്ട് നൽകിയാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇത് മുകളിലേക്ക് പോകും എന്നുള്ളതല്ല, ഇതൊരു എക്സാമ്പിൾ വേണ്ടി മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കേട്ടോ. നിങ്ങളൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും എടുക്കാൻ പാടില്ല. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ, കാരണം ഞാൻ ഇതൊരു അനലൈസ് ചെയ്യുന്നൊരു മെത്തേഡ് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എല്ലാ കേസുകളിലും ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു എന്നുള്ളതിന് അർത്ഥമില്ല. ഞാൻ അതിൻ്റെ കൂടെ 1-2 കാര്യങ്ങളോട് ചെക്ക് ചെയ്യും. അത് പിന്നീട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഒരു ചാർട്ട് പാറ്റേൺ സെറ്റപ്പാണ്. അതായത് കപ്പ് ആൻഡ് ഹാൻഡിൽ, ഒരു കപ്പ് ഒരു ഹാൻഡിൽ പിന്നെ അവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട്. ഓക്കെ. ഇനി 1-2 സ്റ്റോക്കുകൾ നമുക്കിങ്ങനെ കപ്പ് ആൻഡ് ഹാൻഡിൽ വന്നിരിക്കുന്ന 1-2 സ്റ്റോക്കുകൾ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഏകദേശം ഒരു പ്രോബബിലിറ്റി കൂടുതലുള്ള 1-2 സ്റ്റോക്കുകൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇത് കപ്പ് ആൻഡ് ഹാൻഡിൽ അല്ല കേട്ടോ. ഇതൊരു ടൈപ്പ് ക്യാൻഡിലാണ് കണ്ടോ, ഏകദേശം ഒരു കപ്പ് പോലെ. ഞാൻ ഇവിടെ നിന്നൊരു ഇത് കാണിച്ചു തരാം. ഇങ്ങനെ വന്ന് ഇവിടെ നിന്നൊരു കപ്പ് കണ്ടോ, ഒരു കപ്പ് ഹാൻഡിൽ, ഏകദേശം ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ എന്ന് പറയാം. ക്ലിയർ അല്ല, ക്ലിയർ ആയിട്ട് എല്ലാ കേസുകളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, ചില കേസുകൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതായത് അതിൽ സംഭവിക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് നല്ല രീതിയിൽ, ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മളിപ്പോൾ ഈ അമൃതാഞ്ജൻ ഹെൽത്ത് കെയർ എന്നുള്ള സ്റ്റോക്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ താഴെ വരും കണ്ടോ, നല്ല രീതിയിൽ താഴെ വന്നിട്ട് അതേ രീതിയിൽ തന്നെ റിക്കവർ ചെയ്തിട്ട് പിന്നെ എന്ത് സംഭവിക്കണേ, ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് ബയേഴ്സ് ഈ സ്റ്റോക്കിനെ എന്ത് ചെയ്യുന്നു, താഴെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോവാണ് കണ്ടോ. ഇവിടെ നിന്ന് വീണ്ടും ഈ സ്റ്റോക്കിനെ കണ്ടോ, ഇവിടെ നിന്ന് വീണ്ടും ഈ സ്റ്റോക്കിനെ ഇവിടെ നിന്ന് ഇത്ര താഴെ വന്ന സ്റ്റോക്കിനെ വീണ്ടും ഇവിടെ വരെ എത്തിക്കാനേ സെല്ലേഴ്സിനെ പറ്റുള്ളൂ. അതിനുശേഷം ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, ബയേഴ്സ് വീണ്ടും ഈ സ്റ്റോക്കിനെ പുഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോവാണ്, മനസ്സിലായോ. അതിനുശേഷം വീണ്ടും ഈ സ്റ്റോക്ക് താഴെ വരുവാണ്. ആ വന്ന താഴെ എവിടെയാണ് താഴെ വന്നത്, ഈ ഒരു ഹയ്യർ ലോയുടെ തൊട്ട് മുകളിലാണ് വീണ്ടും ഒരു ഹയ്യർ ലോ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്, മനസ്സിലായോ. ഇതൊരു ലോ ആണ്, ഇതൊരു ഹയ്യർ ലോ ആണ്, ഇതൊരു ഹയ്യർ ലോ ആണ്, മനസ്സിലായോ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ലോ മീൻസ് ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ എൻട്രി കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇവിടെ ഈ ഒരു ബ്രേക്ക് ഔട്ട് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻട്രി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് വേറൊരു സ്റ്റോക്ക് നോക്കാം. ഇതൊക്കെ പ്യുവർ ഇതല്ല കേട്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതാണ്, ഇതൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ, ഇങ്ങനത്തെ കേസിൽ എടുക്കേണ്ടത്. ഞാൻ എൻ്റെ സ്ക്രീനർ ഓപ്പൺ ആക്കാം. അതിൻ്റെ ഞാനൊരു സ്റ്റോക്ക് HEG കേട്ടോ, ആ സ്റ്റോക്ക് നമുക്ക് കാണിച്ചു തരാം. കാരണം ഈ സ്ക്രീനർ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. ശരി, കാണാം ഈ ഒരു പാറ്റേൺ കണ്ടോ നിങ്ങൾ, കണ്ടോ ഇവിടെ കുറേ നേരം ഒരു ഇത് വന്നു, അതിന് ശേഷമാണ് പിന്നീട് മാർക്കറ്റിൽ ഇതൊരു കാണിച്ചത്. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ ഒരു കപ്പ് കണ്ടോ, ഒരു കപ്പ്, പിന്നെ ഒരു ഹാൻഡിൽ, പിന്നെ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട്. ഇനി ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടില്ല, ബ്രേക്ക് ഔട്ട് ആവണേ ഉള്ളൂ. കാണാം ഹെഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ആയത് കേട്ടോ. ഇത് അത്യാവശ്യം ഇത് കണ്ടോ, ഇത് ഇവിടെ നിന്ന് ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിന് നല്ല രീതിയിൽ സെല്ലേഴ്സ് താഴേക്ക് വന്നു. അതിനുശേഷം ബയേഴ്സ് വളരെയധികം സ്ട്രോങ് ആയിട്ട് സ്റ്റോക്കിന് മുകളിലേക്ക് പുഷ് ചെയ്ത് കൊണ്ടുവരികയാണ്, മനസ്സിലായോ. വീണ്ടും സെല്ലേഴ്സ് ഇവിടെ സ്ട്രോങ് ആയിട്ട് താഴെ വന്നു എങ്കിൽ കൂടി അവർക്ക് ഈ ഒരു ലോ വരെ എത്തിക്കാനായിട്ട് എന്ത് പറ്റിയില്ല, സെല്ലേഴ്സിന് പറ്റിയില്ല. വീണ്ടും ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് സ്റ്റോക്കിനെ എന്ത് ചെയ്ത് പുഷ് ചെയ്ത് മുകളിൽ കൊണ്ടുപോകണം, മനസ്സിലായോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ബയേഴ്സ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻറ്റം ഈ ഏരിയയിൽ കാണിക്കുന്നുണ്ട്, മനസ്സിലായോ. അതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് എന്ത് ചെയ്യാണ്, ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിൽ നിന്ന് സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആയി പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കാനായിട്ട് സാധിക്കും, മനസ്സിലായില്ലേ. മെയിനായിട്ട് നിങ്ങൾ എൻട്രി എടുക്കണം എങ്ങനെയാണ്, ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആയി അതിനുശേഷം ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്യും. ഈ ഒരു അതായത് ഒരു റെസിസ്റ്റൻസ് സോണിൽ നിന്ന് സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ റെസിസ്റ്റൻസ് സോൺ ബിക്കം സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യും, മനസ്സിലായോ. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നല്ല പ്രോബിലിറ്റി ഓഫ് വിന്നിങ് കിട്ടുന്നത് ഈ സ്റ്റോക്ക്, ഈ ഒരു എന്ത് പറയുന്നത് ഈ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിൽ. മനസ്സിലായല്ലോ അല്ലേ, ഇത്രയും ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലേ. മാക്സിമം നമ്മൾ ചാർട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, വീക്കിലിയിലും ഡെയിലിയിലും മാറ്റി നോക്കുക, ഇങ്ങനെ ഒരു പാറ്റേൺ ഇതിൽ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം കേട്ടോ. മെഗാസോഫ്റ്റ്. എല്ലാ സ്റ്റോക്കുകളും ഇത് ഒരുപോലെ കിട്ടണം നിർബന്ധമില്ല കേട്ടോ. ചില സ്റ്റോക്കുകളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും, ചില സ്റ്റോക്കുകൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചില പാറ്റേണുകൾ. കാരണം ഈ സ്റ്റോക്ക് കണ്ടോ, ഇത് ഒത്തിരി കയറിപ്പോയി. കാരണം ഇങ്ങനെ സ്റ്റോക്കുകളൊന്നും പിടിക്കണ്ട കേട്ടോ. നമ്മൾ സ്റ്റോക്ക് പിടിച്ചാൽ നമ്മുടെ തലയിലാവും, അതുകൊണ്ടാണ്. പ്രോസോണർ ഇത് നോക്കാം, പ്രോസോണർ നമ്മളിങ്ങനെ നോക്കി നമുക്ക് പറ്റിയ നല്ല ഇതുപോലൊരു പാറ്റേൺ ഓൾമോസ്റ്റ് ഇങ്ങനെ സിമിലർ വരുന്നൊരു പാറ്റേൺ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് കേട്ടോ. ഇത് ഏകദേശം ഒരു കപ്പ് മാത്രമേ ഉള്ളൂ, ഹാൻഡിലായില്ല. നമുക്ക് നോക്കിയാൽ കാണാം, നമുക്ക് ഡേ ചാർട്ടിലേക്ക് മാറ്റി നോക്കാം. ഫൈൻ, വലിയ കുഴപ്പമില്ല. നോക്കി ഇതൊരു കപ്പ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു കപ്പ്, ഇവിടെ നിന്നൊരു കപ്പ്, ചെറിയൊരു ഹാൻഡിൽ, ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട്. മനസ്സിലായി. 72 രൂപയുടെ പെന്നി സ്റ്റോക്ക് ആട്ടോ. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾ ഈ സ്റ്റോക്ക് പോയി ബൈയും സെല്ലും ചെയ്യരുത് കേട്ടോ. അതുപോലെ ഡാറ്റാമെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റാമെറ്റിക്സ് ഗ്ലോബൽ സർവീസ് ലിമിറ്റഡ്, ഇത് നോക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾ നോക്കി എടുക്കുക എന്നുള്ളതാണ്. ഒരുവിധപ്പെട്ട ഒരു ഓൾമോസ്റ്റ് സിമിലർ കിട്ടും കേട്ടോ. കണ്ടോ, ഓൾമോസ്റ്റ് സിമിലർ ഈ സെറ്റപ്പ് ഇതിൽ കിട്ടും. പക്ഷേ എപ്പോഴും ഇത് ശരിയായിക്കോളാൻ നിർബന്ധമില്ല, മനസ്സിലായോ. ഇതൊരു പ്യുവർ കട്ടാൻ ഇതെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഞാനൊരു 4 hours ചാർട്ടിൽ നോക്കാം കേട്ടോ. ഓൾമോസ്റ്റ് സിമിലർ, അത്രേ ഉള്ളൂ. കാണാം ഇവിടെ നിന്നൊരു കപ്പ് പോലെ, ഇവിടെ നിന്നൊരു കപ്പ് പോലെ, അതിനുശേഷം ഒരു ഹാൻഡിൽ. കാരണം ഇതൊരു കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ കൂടെ ഒരു ഏകദേശം ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിങ്ങനെ നോക്കിയെടുക്കാം കേട്ടോ. ഭാരത് ഹെക്സാക്കോ നമ്മളിങ്ങനെ ഓരോ സ്റ്റോക്കുകളായിട്ട് നോക്കിയെടുത്താൽ നമുക്ക് ഇതിനകത്ത് കിട്ടും നല്ല സ്റ്റോക്കുകൾ. ഞാൻ ഇതിൻ്റെ സ്ക്രീൻ അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ തരാം കേട്ടോ. ഈ അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ നിങ്ങൾ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഞാൻ ഈ സ്ക്രീൻ അല്ലെങ്കിൽ അങ്ങ് ഷെയർ ചെയ്തേക്കാം, നമ്മുടെ ടെലഗ്രാം ചാനൽ അങ്ങ് ഷെയർ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾ മാക്സിമം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് നിങ്ങളൊന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിലേക്ക് ഏകദേശം ഒരു ഐഡിയ സ്റ്റഡി പർപ്പസിന് വേണ്ടി ഞാൻ എല്ലാ വീക്കിലും അല്ലെങ്കിൽ എല്ലാ ദിവസത്തിലും ഒരു 1-2 സ്റ്റോക്കുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ.
അത് മിക്കതും നല്ല രീതിയിൽ കയറി പോകാറുണ്ട്. പക്ഷേ ഞാനത് ബൈ സെൽ റെക്കമെൻഡേഷൻ ഒരിക്കലും പറയാറില്ല. അങ്ങനെ എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റഡിയും കൂടി നടത്തിയിട്ട് നിങ്ങൾ ബൈ ചെയ്യാന്നുള്ളേ ഉള്ളൂ. കാരണം വെച്ചാൽ സെബിയുടെ സർക്കുലർ പറയാൻ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ബൈ ആ സെല്ലൊന്നും പറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ പറയാറില്ല. ഈ ഗോദാവരി പവർ ആൻഡ് ഇങ്ങനെ നിങ്ങൾ നോക്കിയെടുക്കണം കേട്ടോ. ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രോബിലിറ്റി ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇത് ഓൾമോസ്റ്റ് ഓക്കെ ഉണ്ടോ, ഇത് കാണിച്ചു തരാം. ഞാനിതിൻ്റെ ചാർട്ടിലേക്ക് മാറ്റി നോക്കാം. ഓൾമോസ്റ്റ് ഓക്കെ, പെർഫെക്റ്റ് എന്നൊക്കെ പറയാം കേട്ടോ. കപ്പ് ഹാൻഡിൽ കണ്ടോ, കപ്പ് ഹാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബ്രേക്ക് ഔട്ട് ആകുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. വളരെ ഈസി അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. കാരണം ഞാൻ പല സ്റ്റോക്കുകളും ഞാനിങ്ങനെ എൻട്രി എടുത്ത് നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എൽ ടി എഫ് ഫിനാൻസ് കാണിച്ചു തരാം. എൽ ടി എഫ് ഫുഡ്സ് അല്ല, എൽ ടി എഫ് ഫിനാൻസ്. ഒരു ബ്രേക്ക് ഔട്ടായി പോയ സ്റ്റോക്ക് കാണിച്ചു തരാം. എൽ ടി എഫ് ഫിനാൻസ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ റെക്കമെൻഡ് ചെയ്തോളാം. ഇത് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്കാണ് എൽ ടി എഫ് ഫിനാൻസ്. കാണാം ഏകദേശം ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പോലെ കാണാം. ഒരു കപ്പ് ഇവിടെ ഒരു ചെറിയൊരു ഹാൻഡിൽ മുകളിലേക്ക് കയറിപ്പോയി. കാരണം അതിന് എവിടെ എൻട്രി എടുത്താൽ ഞാൻ കണ്ടോ, ഞാൻ ഈ റീടെസ്റ്റ് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് പോയി ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്തപ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്. കണ്ടോ എന്തുകൊണ്ടാണ് റീടെസ്റ്റ് എൻട്രി എടുക്കാൻ പറയുന്നത്? നമ്മൾ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ അതേ റെസിസ്റ്റൻസ് സോണിലേക്ക് വീണ്ടും റീടെസ്റ്റിംഗ് സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. ഈ ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കാൻ സ്റ്റോക്ക് മുകളിലേക്ക് പോയപ്പോൾ നോക്കിക്കുന്ന കുറേ പേരുണ്ട്. അവരെന്ത് ചെയ്യും, ഈ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് വരുമ്പോൾ അവർ വീണ്ടും എൻട്രി എടുക്കും. സ്റ്റോക്കിനെ നല്ല രീതിയിൽ പുഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ബ്രേക്ക് ഔട്ടിൽ ചാടിക്കയറല്ലേ, ബ്രേക്ക് ഔട്ട് ചാടിക്കയറല്ലേ എന്ന് പറയുന്നത്. ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് റീടെസ്റ്റിന് വരും സ്റ്റോക്ക്. റീടെസ്റ്റിനൊക്കെ വരുമ്പോൾ എന്ത് പറ്റും, നല്ല റീറ്റെയിലേഴ്സിൻ്റെ നല്ല രീതിയിലൊരു വോളിയം ആക്കാൻ എന്ത് ചെയ്യും, അതിലേക്ക് ചാടിക്കയറി അവർ ബൈ ചെയ്യും. അപ്പോൾ കാണാം ഇവിടെ നിന്നുണ്ടോ ഈ സ്റ്റോക്ക് ഞാൻ ഓൾറെഡി റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാട്ടോ. ഞാൻ 200 റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. ഇപ്പോൾ 268 രൂപ വരെ എൽ ടി ഫിനാൻസ് എന്ന സ്റ്റോക്ക്. എൻ്റെ ടെലഗ്രാം ചാനൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാം. മിക്ക സ്റ്റോക്കുകളും ഇതുപോലെ കയറി പോകുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ കൊടുക്കാറ്. അത് ഈ ഒരു പാറ്റേണാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ. കപ്പ് ആൻഡ് ഹാൻഡിൽ, അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട്. ഇതൊരു ചെറിയ ഹാൻഡിലുള്ളൂ കേട്ടോ, വലിയ ഹാൻഡിലല്ല. ഓൾമോസ്റ്റ് സിമിലറേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ കറക്റ്റായിട്ട് നമുക്കൊന്നും കിട്ടില്ല കേട്ടോ. നമുക്ക് ഇനി അടുത്ത് നോക്കാം. ടി ഡി പവർ സിസ്റ്റം നോക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ നോക്കി എടുക്കണം കേട്ടോ. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണിത് കണ്ടോ. ഇത് ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് തന്നു കണ്ടോ. ഇവിടെ ഒരു കപ്പ്, ഇതൊരു കപ്പ്, ഒരു ഹാൻഡിൽ, പിന്നെ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കണ്ടോ. കൃത്യമായിട്ട് ഇവിടെ കണ്ടോ, ഈസിയാണ്. ഇവിടെ ഇതും റീടെസ്റ്റിലാണ് കണ്ടോ. ഇത് റീടെസ്റ്റിലാണ് എനിക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്. റീടെസ്റ്റിലാണ് ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ നിലം തൊടാതെ മുകളിലേക്ക് പോയിരിക്കുന്നത് കണ്ടോ. അതിനുശേഷം സ്റ്റോക്ക് കാണുന്നത് അത്ര ശതമാനം കിട്ടുന്ന ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ കയറി പോയി സ്റ്റോക്ക് കണ്ടോ. അപ്പം ഇങ്ങനെ നിങ്ങൾ നോക്കിയെടുക്കാൻ ഈ ഒരു ഇതിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. നല്ല രീതിയിൽ തിലങ്കനഗർ ഇൻഡസ്ട്രീസ് നിങ്ങളിങ്ങനെ നോക്കി നിങ്ങൾക്ക് ഓരോ സ്റ്റോക്കിലാണ് നോക്കുക. അതിൻ്റെ പാറ്റേൺ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടും ഇതിനെപ്പറ്റി കണ്ടോ. ഇതൊക്കെ കണ്ടോ ഇത് അതാ ഞാൻ പറഞ്ഞു, ഈ ഒരു സ്ക്രീനർ നിങ്ങൾക്ക് ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ മനസ്സിലാവും കണ്ടോ. ഏകദേശം ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഒരു കപ്പ്, ഒരു ഹാൻഡിൽ. കാരണം ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. റീടെസ്റ്റ് എൻട്രി എടുത്താൽ മതി. 509 പ്രൈസ് വരുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ എൻട്രി എടുക്കാം. ഓക്കെ, വളരെ ഈസി അല്ലേ ഈ സംഭവം കണ്ടോ. ഇതാണ് സംഭവം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്തേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ആ ലിങ്ക് ഒന്ന് എടുത്തോളൂ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ. കാരണം വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മിക്കപ്പോഴും സ്വിംഗ് ട്രേഡിന് സഹായകരമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ മിക്കപ്പോഴും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാറ്. ഓക്കെ, ഇനി 1-2 സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ബയോകോൺ നോക്കണം കേട്ടോ. ബയോകോണിൽ എന്താണ് അവസ്ഥ നോക്കണേ. ബയോകോൺ ഞാൻ നേരത്തെ എടുത്താട്ടെ സ്റ്റോക്ക്. നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര വലിയൊരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല സ്റ്റോക്ക്. പിന്നെ ഞാൻ വിറ്റ് കളഞ്ഞു. ആ സമയത്ത് ഫാർമ കുറച്ച് പുള്ളിഷായിരിക്കുന്ന സമയത്താണ് എടുത്തത് കണ്ടോ. ഇതൊരു കപ്പാനായിട്ട് ഇത് പോരാ, കപ്പാനായിട്ടൊന്നും അല്ല. DCM ശ്രീറാം നോക്കട്ടെ. നമ്മളിങ്ങനെ എടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഒരു സ്ക്രീനിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സംഭവം കിട്ടില്ല കേട്ടോ. കണ്ടോ ഇത് കണ്ടോ, ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ. ഇത് ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല, പക്ഷേ എങ്കിൽ കൂടി ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ കണ്ടോ. കപ്പ് ഹാൻഡിൽ കണ്ടോ. ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. അതായത് 1500 ലെവലൊക്കെ നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല രീതിയിൽ മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന ഒരു പാറ്റേണാണ് കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് പേഴ്സണലി കുറേ അനുഭവങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഒരുവിധപ്പെട്ട ഒരു 80-85% ഞാൻ അനലൈസ് ചെയ്യുന്ന ഈ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണൊക്കെ നല്ല രീതിയിൽ എനിക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേരോട് റിക്വസ്റ്റ് സാർ ഇത് എങ്ങനെയാണ് സംഭവം, ഒന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ, ഇത് എന്ത് പാറ്റേണാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാൻ കരുതിയത്. നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആണല്ലോ കേട്ടോ. നമുക്ക് നോക്കാം. ഇത് ഓൾറെഡി പോയട്ടെ ഈ സ്റ്റോക്ക് കണ്ടോ. ഇവിടെ കപ്പ് ആൻഡ് ഹാൻഡിലൊക്കെ തന്നെയായിരുന്നു, പക്ഷേ ഇത് പോയി മുകളിലേക്ക് കയറി പോയി. ഇനി തല വെക്കണ്ട കേട്ടോ. കണ്ടോ കപ്പ് ഹാൻഡിൽ മുകളിൽ കയറി കണ്ടോ, നല്ല രീതിയിൽ കയറിപ്പോയി. കാരണം ചില ഇത് അത്ര കൃത്യമായിട്ട് കിട്ടില്ല കേട്ടോ. ചില സ്റ്റോക്കുകൾ മാത്രം നമുക്ക് നന്നായിട്ട് ഇപ്പോൾ LTFിലൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടി. എല്ലാ സ്റ്റോക്കുകളും അതുപോലെ കിട്ടിക്കൊള്ളും നിർബന്ധമില്ല കേട്ടോ. GPIL നോക്കട്ടെ കേട്ടോ. കുറേ സ്റ്റോക്കുകളുണ്ട്. നിങ്ങളിങ്ങനെ ഈ സ്ക്രീനിൽ നിന്ന് എടുത്താൽ മതി ഇതൊക്കെ. സ്ക്രീനിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കണ്ടത് വളരെ ഈസി ആയിട്ട് അടുത്തൊരു പാറ്റേൺ കണ്ടോ. ഇതൊക്കെ പറക്കാൻ പോകുന്ന സംഭവങ്ങളാണ് കണ്ടോ. ഒരു കപ്പ് ഹാൻഡിൽ മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് റെഡിയായി നിൽക്കുന്ന സ്റ്റോക്ക് കണ്ടോ. വളരെ ഈസി അല്ലേ സംഭവം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക.
അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെ പറ്റി ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതേസമയം ഒരേ പേര് തന്നെ ഒരേ ആൾക്കാർ തന്നെ ഒരേ കമൻറ്റ് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആർക്കെങ്കിലും റിപ്ലൈ കൊടുക്കുന്നത് നിങ്ങളൊക്കെ മറ്റുള്ളവരെ കമൻറ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ കേട്ടോ, അതിലുണ്ടാവും നിങ്ങളുടെ റിപ്ലൈ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെയുള്ള സ്വിംഗ് ട്രേഡിങ്ങിലൊക്കെ ലോസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കാശുണ്ടാക്കട്ടെ, നമ്മൾ മാത്രം കാശുണ്ടാക്കിയാൽ മതിയല്ലോ. നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ അറിവുണ്ടാകുന്നതും നമ്മൾ ഉന്നതങ്ങളിലേക്ക് പോകുന്നത്. അതായത് നല്ല രീതിയിൽ അപ്സൈഡ് നമ്മൾ പോകുന്നു, സ്റ്റോക്കുകൾ മുകളിലേക്ക് പോകുന്ന പോലെ നമുക്കൊരു ഗ്രോത്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിടുന്ന ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു ഉയർച്ച ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ക്രീനർ ലിങ്ക് ഞാൻ നേരെ എൻ്റെ ചാർട്ടിൽ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ടെലഗ്രാം ചാനൽ നിങ്ങൾ എടുത്തോളൂ. അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാലും മതി, ഞാൻ എനിക്ക് ഷെയർ തരാം. ഇല്ല, ടെലഗ്രാം ചാനൽ ഇട്ടേക്കാം, നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തോളൂ കേട്ടോ. പിന്നെ ഞാൻ പറയുന്ന ടെലഗ്രാം ചാനൽ നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി മിക്ക ആഴ്ചകളും ഓരോ സ്റ്റോക്കുകൾ ഷെയർ ചെയ്യാറുണ്ട്. അത്രയധികം അനലൈസ് നടത്തിയിട്ടുള്ള ചില സ്റ്റോക്കുകളാണ് ഫണ്ടമെൻ്റലി അതുപോലെ ടെക്നിക്കലി ഷെയർ ചെയ്ത സ്റ്റോക്കുകളാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പറയാണ്, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം, പഠിക്കാം. ഒത്തിരി കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വോയിസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ചാർട്ട് പാറ്റേൺ ആയിട്ടും എല്ലാമായിട്ടും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ നിർത്താം. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.